ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയാർ. മക്കളെ, നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട്. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ വേണ്ടേ നിങ്ങൾക്ക്? ഞാൻ കാണിച്ചുതരാം ക്വസ്റ്റ്യൻസ് എന്താണെന്ന്. ക്വസ്റ്റ്യൻസ് കാണുന്നതിന് മുമ്പേ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. ആദ്യം തന്നെ ലൈക്ക് അടിച്ചേക്ക്. നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ കമന്റ്സും കണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ ഓരോ ക്ലാസ്സിലേക്കും വരുന്നത്. അതുകൊണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടല്ലോ. അപ്പൊ ഏതാണ് സെക്ഷൻ? ഈ ഒരു ചാപ്റ്റർ, നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ, ഗുണന സമവാക്യങ്ങൾ അഥവാ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതാ ക്വസ്റ്റ്യൻ? ഇതാണ് ക്വസ്റ്റ്യൻ, നമ്മുടെ കാലണ്ടർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്പ് എന്താണ് സാധനം? ആദ്യം കോൺസെപ്റ്റ് പഠിപ്പിച്ചുതരാം, എന്നിട്ട് അതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് പറഞ്ഞുതരാം. മക്കൾ ശ്രദ്ധിച്ച് മുഴുവനായിട്ട് കാണാൻ, എന്നാലേ ഈ സാധനം കിട്ടത്തുള്ളൂ. സെറ്റല്ലേ? അപ്പൊ നോക്ക്, ഇതാ കണ്ടോ ക്വസ്റ്റ്യൻ ഒന്ന്. എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്താണ് ഈ കലണ്ടറുടെ ക്യാരക്ടർ, പ്രത്യേകത? കലണ്ടർ മാത്രമല്ല, ഇങ്ങനെ കുറെ നമ്പറൊക്കെ തന്നിട്ട് അടുത്തടുത്ത ഒരു 4 നമ്പേഴ്സ്, അതായത് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള 4 നമ്പേഴ്സ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ സ്ക്വയർ ടൈപ്പ്, ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പ് എടുത്തു. നമുക്ക് എന്തോ ക്യാരക്ടർ അതിലുണ്ട്, നമുക്ക് നോക്കി നോക്കാം അല്ലെ. ഞാൻ ഈ ഒരു സ്ക്വയർ ടൈപ്പ് എടുത്തു എന്ന് വിചാരിച്ചോ. ഒന്നുമില്ല. ഏതാണ്? 1, 2 ഏതൊക്കെയാ? 1, 2, ഞാൻ ഒന്ന് സൂം ചെയ്ത് തരാം. 1, 2, അതുപോലെ 8, 9 അല്ലെ. കലണ്ടറിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയാലോ. എന്താ സംഭവം? 1 കഴിഞ്ഞിട്ട് ഒരു കൂട്ടിയതായിരിക്കും അടുത്ത ദിവസം. അതിപ്പോ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ 1 കൂട്ടി അടുത്ത ദിവസമാണെന്ന്. അതുപോലെ അതല്ല, അപ്പൊ ഞാൻ പറഞ്ഞെന്തറിയോ, താഴോട്ട് പോകുമ്പോ വീക്ക് മാറുമ്പോ, ഇതിപ്പോ ഒരാഴ്ച മാറിയില്ലേ. അപ്പൊ 1 കഴിഞ്ഞ് ഒരു 7 ദിവസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ദിവസം. നമുക്കിപ്പോ 1-ാം തീയതി കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ 1-ാം തീയതി വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു 7 കൂട്ടിയാൽ മതി. അപ്പൊ 7 ഇവിടെ കൂട്ടി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം വെറുതെ കേട്ടിരിക്കുക. എന്താ സംഭവം? എന്താ? ഒരു 7 താഴോട്ടാണെങ്കിൽ 7 കൂട്ടുക, ഇങ്ങോട്ടാണെങ്കിൽ ഒരു 1 കൂട്ടുക, എന്നാൽ അടുത്ത നമ്പർ കിട്ടും. ഓക്കെ, സെറ്റ്. അപ്പൊ ഈ 4 നമ്പേഴ്സിന് എന്തോ പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് പഠിക്കാം. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ. ആദ്യം നിങ്ങൾ ജസ്റ്റ് ക്രോസ് ചെയ്യുക. എങ്ങനെ ക്രോസ് ചെയ്യേണ്ടത് അറിയോ മക്കളെ? 1നെ ജസ്റ്റ് ക്രോസ്, 1 × 9 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 × 9 എത്രടാ? ജസ്റ്റ് ഞാൻ എഴുതുന്നുണ്ട്. 1 × 9 എത്രയാ വരാ? ഇത്ര നിറായിപ്പോയോ? നിറം കുറച്ചരായി. കണ്ടോ 1 × 9. റെഡിയാണോ? ഓക്കെ, അപ്പൊ 1 × 9 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. 9 ആണ്. റെഡി അല്ലേ? 9 ആണ്. അതുപോലെ തന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇത് ഇങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്യാം, നേരെ ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. വെറുതെ കേട്ടിരിക്കേ. ക്രോസ്. അപ്പൊ 2 × 8 എത്രയാ? 2 × 8 16 അല്ലെ. ഞാനിപ്പോ എന്താ ചെയ്തത്? അടുത്തടുത്തുള്ള 4 നമ്പേഴ്സ് സ്ക്വയർ ടൈപ്പ് എടുക്കണം കേട്ടോ. സമചതുരത്തിൽ എടുത്തതിന് ശേഷം ക്രോസ് എടുക്ക്. 1 × 9 ക്രോസ്. റെഡിയാണോ? 2 × 8 ക്രോസ്. അപ്പൊ 2 × 8 16. ഇനി ക്രോസ് 2 സാധനങ്ങളൊന്ന് കുറച്ച് വെക്കുക. ഈ 16ന്റെ 9ന്റെ വ്യത്യാസം എന്താടാ? 16ന്റെ 9ന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് 7 ആണ്. സെറ്റ് അല്ലേ? എന്തോ ഒരു സാധനം മണക്കുന്നുണ്ടല്ലേ. നെക്സ്റ്റ് നോക്ക്. അടുത്തത്, ഇപ്പൊ ഒരു കുട്ടിക്ക് ഇത് ഇഷ്ടമല്ല. ആ കുട്ടി വേറൊരു സ്ക്വയർ ടൈപ്പ് എടുക്കാൻ പോയത്. ആ കുട്ടിക്ക് ഇഷ്ടം ഏതറിയോ? ആ കുട്ടിക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ആ കുട്ടിക്ക് ഇതാണ് ഇഷ്ടം എന്ന് വിചാരിച്ചോ. 5, 6, 12, 13 ഉള്ള ഈ സ്ക്വയർ ആണ് ആ കുട്ടിക്ക് ഇഷ്ടം. അപ്പൊ ആ കുട്ടി ഇതുപോലെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതേപോലെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം അല്ലെ. ആദ്യം നിങ്ങൾ 5നെ ഈ 13 കൊണ്ട് ക്രോസ് ചെയ്യുക. 5 × 13 എത്രയാണ്? ഞാൻ അടുത്ത പേജിൽ എഴുതുന്നുണ്ട്. 5 × 13 എത്ര വരും? 5 × 13 65 അല്ലേ? 65. അതുപോലെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. 6 × 12 എന്ന് പറഞ്ഞ 6 12 അല്ലെ? 6 10 60. 2 6 12. അപ്പൊ 72 അല്ലേ? 12 6 അപ്പൊ 72. ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിക്കേ. ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് നോക്കിക്കേ. നേരത്തെ മാതിരി ഇത് കുറച്ചില്ലേ? അതുപോലെ കുറച്ച് നോക്കിക്കേ. എത്ര വരും? അപ്പം ഈ 72ൽ നിന്ന് ഈ 72ൽ നിന്ന് 65 കുറച്ചാൽ എത്രയാ കിട്ടുക? ഇവിടെ 7 കിട്ടുന്നത്. 7 എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. സംഭവം എന്താ? ഓരോ വീക്കുകൾ കഴിയുമ്പോൾ 7 ഒരു വീക്കിൽ 7 ദിവസം. ആ ഒരു സംഭവമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലെ. നമുക്ക് നോക്കാം ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഐഡിയ തലക്കുള്ളിലുണ്ടല്ലോ. എന്താണ് സാധനം? ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട്, അതായത് പ്രൊഡക്റ്റ് അല്ലെ, മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഒരേ നമ്പറാ കിട്ടുക അല്ലെ. 7 കിട്ടി. ഇനിയിപ്പോ നിങ്ങൾ എവിടെ നമ്പർ എടുത്താലും, ഇപ്പൊ ഒരു കുട്ടിക്ക് ഇതാണ് ഇഷ്ടമെങ്കിലോ ഇതും ഗുണിച്ച് കുറയ്ക്കുമ്പോ എന്താ കിട്ടുക? 7 ആയിരിക്കും. ഇനിയിപ്പോ ഒരു കുട്ടിക്ക് ഇതാണെങ്കിലോ ക്രോസ് ചെയ്ത് ഗുണിച്ച് കുറയ്ക്കുമ്പോ എന്ത് കിട്ടും? 7 കിട്ടത്തുള്ളൂ. യെസ്, ഈ സാധനം നമ്മൾ എങ്ങനെ ബീജഗണിത രൂപത്തിലൂടെ, അതായത് ആൾജിബ്രയിലൂടെ നോക്കാം.
എങ്ങനെ ഓൾജിബ്രായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, കാലണ്ടർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്ക്വയർ ടൈപ്പിൽ എടുത്തത് നോക്കിക്കോ, സ്ക്വയർ ടൈപ്പ് ആണ്, ഇവിടെ എന്തുണ്ട്, നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ബീജഗണിതം എന്ന് പറഞ്ഞതാണ് നമ്പറിന് പകരം ഇംഗ്ലീഷിൽ അക്ഷരം ഉപയോഗിക്കുന്നു. എക്സ് വൈ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ആദ്യം എടുക്കുന്നത് ഇപ്പൊ നമ്പർ ഇതിപ്പോ ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട് ഇല്ലേ, നമുക്കിപ്പോ തൽക്കാലം പല കുട്ടികൾ പലതായിരിക്കും എടുക്കുക. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ എക്സ് കൊടുക്കാം. അപ്പൊ അടുത്ത നമ്പർ ഏതായിരിക്കും, എക്സിനോട് ഒന്ന് കൂട്ടാം. ഞാൻ പറഞ്ഞിരുന്നു അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ ഒന്ന് കൂട്ടിയാൽ മതി. നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ അടുത്തത് x+1. സെറ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, താഴോട്ട് ഇത് വീക്ക് മാറി കലണ്ടർ ടൈപ്പ് ആണെങ്കിൽ മക്കൾ മനസ്സിലാക്കി വെച്ചോ, താഴോട്ട് പോകുമ്പോൾ ഒരു 7 കൂടും. അതേപോലെ ഇവിടേക്കും പോകുമ്പോൾ 7 കൂടും, അല്ലെങ്കിൽ ഇവിടെ x+7 ആവും, കാരണം വീക്ക് മാറി. അപ്പൊ കലണ്ടർ ആവുമ്പോൾ ഒരു 7 ഇവിടെ കൂട്ടണം. ഇങ്ങോട്ട് പോകുമ്പോൾ 7നോട് ഓരോന്ന് കൂട്ടിയാൽ മതി. അപ്പൊ x+8 ഇത് ഇതേപോലെ എങ്ങനെ ചെയ്യാം, നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം അല്ലെ. ക്രോസ് ചെയ്യുക, മൈനസ് എടുക്കുക. ഇതേപോലെ എക്സും വൈയും വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. നോക്കിക്കോ, വേഗം നോക്കട്ടോ. എക്സിനെ ഈ x+8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണേ. അപ്പൊ x × x+8 എങ്ങനെ ചെയ്യാം? ആദ്യം x × x എന്താണ് അറിയാലോ, x × x x² ആട്ടോ, x². അതുപോലെ x × 8 8x. അപ്പൊ ഒരുവൻ കഴിഞ്ഞു. അതുപോലെ അടുത്തും ക്രോസ് ചെയ്യും. ഇവിടെ അങ്ങോട്ട് എങ്ങനെ ക്രോസ് ചെയ്യാം, x+1 × x+7. ഒന്നുമില്ല, കണ്ടോ, ഇവിടുത്തെ സാധനം കൊണ്ട് ക്രോസ് ആയിട്ട് കുണിക്കാം. ഓക്കെ, അപ്പൊ x+1 × x+7 റെഡിയാണോ? ഒന്ന് ക്രോസ് ആയിട്ട് ചെയ്ത് നോക്കും, ഓരോന്ന് നിങ്ങൾക്ക് അറിയാലോ ചെയ്യാൻ. x × x² റെഡിയാണല്ലോ. ഓക്കെ, അടുത്ത് x × 7 കേട്ടോ, 7x ആണ്. റെഡിയാണോ? അതുപോലെ അടുത്ത് 1 × x അല്ലെ, ഒന്നുമില്ല, നേരത്തെ പറഞ്ഞു x × ഈ 2 പേരെങ്കിലും ചെയ്യാം, അപ്പൊ ഇത് കിട്ടും. റെഡിയാണല്ലോ. അതുപോലെ 1 × x 1x എന്ന് പറയാം, അല്ലെങ്കിൽ x എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ അടുത്ത നോക്ക്, 1 × 7 റെഡിയാണല്ലോ. ഇത്രയും മനസ്സിലാക്കി. ഇനി ഒരു സാധനം കൂടെ ചെയ്യാനുണ്ട്. നോക്ക്, 7x ഉം 1x കൂടെ കൂട്ടി 8x ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ വരാ നോക്കുന്നത്, അപ്പൊ x² പ്ലസ് ഇതെന്തായി പോയി, 8x+7 അല്ലെ. അപ്പൊ ആദ്യത്തെ ആളി നമുക്ക് കിട്ടി. ആദ്യത്തെ ആളാരാ, x² + 8x അല്ലേ. രണ്ടാമത് ക്രോസ് ചെയ്ത സമയത്ത് കിട്ടിയ സാധനം ഏതാ, ഇവനല്ലേ. അപ്പൊ ആദ്യത്തോന് രണ്ടാമത്തോന് ക്രോസ് പ്രൊഡക്ട്സ് രണ്ടും കിട്ടി, ക്രോസ് ആയിട്ട് ഗുണിച്ച രണ്ടോന് കിട്ടി. പക്ഷെ ഗുണിച്ചാൽ മാത്രം മതിയോടാ, പോരാ, വ്യത്യാസം എടുക്കണം അല്ലെ. മക്കൾ മനസ്സിലാക്കി വെച്ചേ, ഇത് വ്യത്യാസങ്ങൾ കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്ക്, ഇതുപോലെ വ്യത്യാസം ഡിഫറൻസ് എടുക്കണ്ട. കാരണം ഇവിടെയും x² + 8x ആണ്, ഇവിടെയും x² + 8x ഉണ്ട് കേട്ടോ. രണ്ടിടത്ത് x² + 8x ഉണ്ട്. ഒരു എക്സ്ട്രാ വന്ന ആളാരാ, 7 അല്ലേ. അപ്പൊ ആ എക്സ്ട്രാ വന്ന ആളായിരിക്കും വ്യത്യാസം. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 7. ഓക്കെ, ഞാൻ ബീജഗണിത രൂപത്തിലൂടെ പറഞ്ഞു വന്നതാട്ടോ. അപ്പൊ ഡിഫറൻസ്, വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ രണ്ടിടത്ത് നോക്ക്, x² + 8x x² + 8x. ബാക്കിയില്ലേ, ഇയാളെക്കാളും കൂടുതൽ ആർക്കാ ഇവിടെ ഉള്ളത്, ഒരു 7 അല്ലേ. അപ്പൊ 7 ആണ്. അപ്പൊ 7 ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഡിഫറൻസ് എന്താണ്, 7. ഓക്കെ, സെറ്റ് ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാണ് ആ ക്വസ്റ്റ്യൻ മക്കളെ, ഇതാണ് ക്വസ്റ്റ്യൻ. സംഭവം ശ്രദ്ധിച്ച് കേട്ടിരുന്നോ? സംഭവം എന്താ, നേരത്തെ മാതിരി തന്നെയാണ്. പക്ഷെ കലണ്ടർ ഉപയോഗിച്ചിട്ട്, കലണ്ടർ അല്ല, സാധനം വേറെയാണ്. മക്കളെ മനസ്സിലാക്കി വെച്ചോ. കലണ്ടറിൽ ചെയ്ത പോലെ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടുപിടിക്കാം. കോണോട് കോൺ ഗുണിക്കാൻ പറഞ്ഞേക്കുന്നത്. അവർ പറയുന്ന കാര്യം എന്താ, ഏത് സമചതുരത്തിൽ 4 കോണോട് കോൺ എടുത്താലും ഒരേ വ്യത്യാസമാണോ കിട്ടുന്നത് എന്ന് നമ്മളോട് ചെക്ക് ചെയ്യണം അല്ലെ. അതായത് ഇംഗ്ലീഷിൽ ഇവിടെ ഉണ്ട്, ഏതെങ്കിലും 4 സ്ക്വയർ ടൈപ്പ് 4 നമ്പേഴ്സ് എടുക്കുക, ദെൻ ഡയഗണൽ ആയിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് വ്യത്യാസം കാണാം. നമുക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു കുട്ടി ഇങ്ങനെ എടുക്കുന്ന വിചാരിച്ചോ, ഈ 3 4 നമ്പേഴ്സ്, അതായത് പ്രൊഡക്റ്റുകൾ സെയിം ആ വരുന്നത്. നോക്ക് ഏതൊക്കെയാ, 2 3 7 8. സെറ്റ് ആണല്ലോ. നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം അല്ലെ. ക്രോസ് ചെയ്ത് നോക്കാം. നോക്ക്, 2 × 8 എത്രയാ, 16. സെറ്റ് ആണല്ലോ. അതുപോലെ 7 × 3 എത്രയാ,
21 സെറ്റല്ലേ സെറ്റല്ലേ സെറ്റല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കുറച്ച് 21 16 കുറയ്ക്ക് 21 - 16 5. നേരത്തെ കലണ്ടർ ആയപ്പോ 7 കിട്ടിയിരുന്നു. ഇവിടെ 5 കിട്ടാനുള്ള റീസൺ ഇവിടെ നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. നോക്ക് കണ്ട ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള നമ്പേഴ്സ് നോക്കി നോക്ക്. സെറ്റ്. അതായത് 5 കൂടി 5 കൂടി 5 കൂടി അല്ലെ, ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് ഇനി വേറെ ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ താല്പര്യമില്ല, ആ കുട്ടി എടുക്കാൻ പോകുന്ന നമ്പർ ഇപ്പൊ വേറെ എടുക്കാം. അപ്പൊ ആ കുട്ടി എടുക്കുന്ന നമ്പർ ഇപ്പൊ ഇതാണെന്ന് വിചാരിച്ചോ. ആ കുട്ടി എടുക്കുന്നത് അതായത് ഇതാണ് ആ കുട്ടി എടുക്കുന്നതെന്ന് വിചാരിച്ചോ അല്ലെ. ഏതാണ് 9 10. നമുക്കൊന്ന് ക്രോസ് പ്രൊഡക്റ്റുകൾ എടുത്ത് നോക്കാം അല്ലെ. 9 × 15 9 × 15 അല്ലെ 19 90. 10 × 9 ആണ് 90. 5 9 40. നിങ്ങൾ ഗുണിച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാലോ എത്ര വരാം 135. അതുപോലെ 10 × 14 10 × 14 എത്ര 10 × 14 എത്ര വരും 140. ഇത് രണ്ടും ഗുണിച്ചാടെ വെച്ചാൽ മതിയോടാ. ഗുണിച്ചാടച്ച മാർക്ക് കിട്ടൂല കേട്ടോ, കുറച്ച് വെക്കണം. അപ്പൊ 140 135 കുറയ്ക്കുക 140 - 135 കുറയുമ്പോ 5. കണ്ടോ നേരത്തെ മാതിരി തന്നെ കിട്ടിയത്. മനസ്സിലായോ? അപ്പൊ ഒരേ സംഖ്യ തന്നെയാണോ കിട്ടുക, ഒരേ വ്യത്യാസമാണോ കിട്ടുക എന്ന് ചോദിച്ചാലാണ് ഒരേ വ്യത്യാസമാണ്. ഇനിയിപ്പോ എവിടെ എടുത്താലും 5 കിട്ടത്തുള്ളൂ. ഇതെന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ചിട്ട് വിശദീകരിക്കാനാണ്. അപ്പൊ ബീജഗണിതം ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. സിമ്പിളാണ്. നേരത്തെ കാലണ്ടർ ടൈപ്പ് എങ്ങനെ നിങ്ങൾ ചെയ്തത്? ആദ്യം ഇതാണ് നമ്മുടെ ആ 4 സംഖ്യകൾ. ആ ഏതൊക്കെയാണ് ആ സംഖ്യ നോക്കാം അല്ലെ. ഒന്ന് ഇവിടെ ഉണ്ട്. ആദ്യത്തെ സംഖ്യ നമുക്ക് എന്തെടുക്കാം, ഒന്നും അറിയത്തില്ല, അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് വിളിക്കാം. ഒന്ന് ആലോചിച്ചിട്ട് പറയണേ. ഇവിടെ ചെങ്ങായിന്റെ എക്സ് എന്താ എക്സ് റെഡിയാണല്ലോ. ഓക്കെ, ഇത് എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 1 കൂട്ടിയാൽ മതി. എക്സ് പ്ലസ് 1. അപ്പൊ എക്സ് പ്ലസ് 1. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നേരത്തെ കലണ്ടർ ആയപ്പം താഴോട്ട് ഞാൻ പറഞ്ഞിരുന്നു 7 കൂട്ടിയാലാണ് ഇവിടേക്കുള്ളത് കിട്ടുക. പക്ഷെ ഇവിടെ കലണ്ടർ അല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. 1 കഴിഞ്ഞ് 6 കിട്ടണമെങ്കിൽ 5 കൂട്ടിയത് അല്ലെ. ഇങ്ങോട്ട് ചാടുമ്പോ 5 കൂടി, അതുപോലെ ഇങ്ങോട്ട് ചാടുമ്പോ 5 കൂടി 5 കൂടി 5 കൂടി. കലണ്ടർ അല്ല, ഇവിടെ 5 തന്നെ ഉള്ളൂ. കലണ്ടർ ആകുമ്പോൾ 7 ഉണ്ടാവും ഇനി, പക്ഷെ ഇവിടെ 5 ഉള്ളൂ. അപ്പൊ 5 അങ്ങൾ കൂട്ടണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോന്നിനും ഓരോതായിട്ട് പ്രശ്നം ഇതുണ്ട്, ഓരോന്നിന്റെ ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇവിടെ 5 എണ്ണാണ് താഴോട്ട് കൂടുന്നത്. മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇവിടെ 5 കൂടിയെങ്കിൽ ഒരു 1 കൂടുമ്പോൾ എടുത്ത് കിട്ടും. അപ്പൊ എക്സിനോട് 5 കൂട്ടുമ്പോൾ ഒരു 1 കൂട്ടിയാൽ മതി 6. അപ്പൊ എക്സ് പ്ലസ് 6 സെറ്റ് അല്ലേ. എങ്ങനെ ചെയ്യാം? കോണോട് കോൺ ഗുണിക്കാൻ പോവാണ്. എങ്ങനെ ഗുണിക്കാം? ആദ്യം ഇതും ഗുണിക്കാം. ഗുണിക്കാല്ലേ നമുക്ക് എക്സ് × എക്സ് പ്ലസ് 6. എക്സ് ഗുണിക്കണം, എക്സ് കൂട്ടണം 6. ഒന്നുമില്ല, അതൊന്നും ഗുണിച്ചു നോക്കി. നേരത്തെ മാതിരി നമ്മൾ കാലണ്ടർ ചെയ്ത മാതിരി തന്നെ എക്സ് × എക്സ് എക്സ് സ്ക്വയർ എക്സ് അയ്യയ്യേ സാധനം എടുത്ത് മാറിപ്പോയതാട്ടോ. ഓക്കെ ഓക്കെ യെസ്. എക്സ് × 6 6x റെഡി അല്ലേ. ഒരുവനെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു, ക്രോസ് ആയിട്ട് ഗുണിച്ചു, ഡയഗണൽ ആയിട്ട് ഗുണിച്ചു. ശേഷം എന്താ ഇവനെ ചെയ്യാൻ പോവാണ് എക്സ് പ്ലസ് 1 × എക്സ് പ്ലസ് 5. റെഡി അല്ലേ റെഡി അല്ലേ. ഓരോന്ന് ചെയ്യളിയാ. കണ്ടോ എക്സ് × എക്സ് എക്സ് സ്ക്വയർ ഗുണിക്കാനാണ് കേട്ടോ. എക്സ് × 5 അപ്പൊ എത്ര വരും 5x. ഓക്കെ, വേണമെങ്കിൽ നമ്മൾ ഇനി കഴിഞ്ഞില്ല കേട്ടോ, കഴിഞ്ഞില്ല പരിപാടി. ഇതൊന്ന് ചെങ്ങായി ഒന്ന് ചെറുതാക്കി കള, അല്ലെങ്കിൽ വലിയ എടുങ്ങാറാന്നീ. നോക്ക് ചെറുതായില്ലേ. നോക്ക് ക്വസ്റ്റ്യൻ നോക്ക്, ഒന്നുകൂടെ ഒന്നുമില്ല. എക്സിനെ 2 പേരെ കൊണ്ടും ചെയ്തു. ഇതാണ് സാധനം. സെറ്റല്ലേ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നോക്ക് ഒന്നും കൂടെ ഉണ്ട്. ഈ 1നെ ഈ എക്സ് കൊണ്ട് ഗുണിക്കുന്നു. 1 × എക്സ് എത്രയാ 1x. അതുപോലെ അടുത്ത് 1 × 5 എത്രയാ 5. റെഡിയല്ലേ റെഡിയല്ലേ. ഇനി ഓരോന്ന് ചെയ്ത് നോക്കി ഒരു സാധനം നോക്ക്. 5x 1x കൂടെ കൂട്ടി എത്രയാ 6x. ബാക്കി അതേപോലെ എഴുതാൻ പോവാണേ. എക്സ് സ്ക്വയർ അതേപോലെ എഴുതി. 5x ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ പോവാണ് ചെയ്യും. അപ്പൊ 5x 1x 6x. ഇപ്പുറത്ത് ഒരു 5 കൂടി ഉണ്ട്. സെറ്റ് അല്ലേ. അപ്പൊ ഇതാണ് ഇത് രണ്ടിലും ക്രോസ് പ്രൊഡക്റ്റ് എടുത്തപ്പോ കിട്ടിയത്. നേരത്തെ മാതിരി കലണ്ടർ പോലെ എന്താ ചെയ്യാം. കഴിഞ്ഞു. കണ്ടോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. നമ്മുടെ ഉത്തരം കിട്ടി. ഇവിടെയും എക്സ് പ്ലസ് 6x ഉണ്ട്, ഇവിടെയും എക്സ് സ്ക്വയർ പ്ലസ് 6x ഉണ്ട്. നോക്ക് എക്സ് സ്ക്വയർ പ്ലസ് 6x ഒരാൾ അധികം വന്ന്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താണ്? വ്യത്യാസം. അതായത് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാല് ആ എക്സ്ട്രാ വന്ന നമ്പറാടാ ഈ 5 അല്ലേ. അതായത്
ഇവിടെയുള്ള സാധനവും ക്യാൻസൽ ആയി പോവില്ലേ, വ്യത്യാസം സെയിം വന്നാല്. അപ്പൊ ഇവിടെ എന്താ വരിക, വ്യത്യാസം 5. ഓക്കെ, കലണ്ടർ ആകുമ്പോ 7 ഇത് 5 കിട്ടാനുള്ള റീസൺ സിമ്പിൾ അല്ലേ? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, ദാ ഇതുമാണ്. അതുപോലെ തന്നെ ദാ ഇവിടെ 5 5 5 5 ഇല്ലേ, താഴോട്ട് പോകുമ്പോ 5 5 ഇല്ലേ, ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലാസ്സുകളുടെ ഫീഡ്ബാക്ക് താഴെ ഇടണം. അതുപോലെ തന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും മെസ്സേജ് ആയിട്ട് പറയണം, സാർ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. നമ്മുടെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരും. നമുക്ക് ഈ ക്ലാസ്സിന്റെ ലിങ്കിന്റെ ഈ താഴെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമന്റ് ചെയ്യണം. ലൈക്ക് അടിക്കാൻ മറന്നവർ ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VCR സൈനിങ് ഓഫ്. താങ്ക് യു.